ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴത്തിരയാണ്. വളരെ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാനിവിടെ 3 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരിഞ്ഞെടുത്ത മാങ്ങയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ അരച്ച മാങ്ങയുടെ ബാറ്റർ നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് അടുപ്പ് ഓണാക്കി അതിലേക്ക് നമ്മുടെ പാൻ വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് അതനുസരിച്ച് കുറയ്ക്കാവുന്നതാണ്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയെല്ലാം അലിഞ്ഞു വരുന്നതുവരെ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയെല്ലാം അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ ഈ ഒരു തിക്നെസ്സിലായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തിക്നെസ് ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് സെറ്റിംഗ് ട്രേ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കിയെടുത്ത മാങ്ങയുടെ ബാറ്റർ ചേർത്ത് നമുക്കൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് തിക്നെസ്സിലാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ കനം കുറച്ചാണ് സ്പ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഉണക്കിയെടുക്കണം.
അതിനായിട്ട് നമ്മൾ പുറത്ത് വെയിലത്ത് വെച്ച് തന്നെയാണ് ഉണക്കിയെടുക്കുന്നത്. കനം കുറച്ചാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നതാണ്. ഇവിടെ ഇപ്പം ഞാൻ ഒരു ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷമുള്ളതാണ്. നമ്മുടെ ആ പാത്രത്തിൽ നിന്ന് നല്ല രീതിയിൽ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുത്തത്. അതുകൊണ്ട് ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്, അല്ലാതെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.